വിഴിഞ്ഞത്ത് സർക്കാർ നിയോഗിച്ച സമിതിക്ക് ചെലവ് 17 ലക്ഷം രൂപ. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം കാരണം തീരശോഷണം ഉണ്ടായെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് ചെലവ് 17 ലക്ഷം രൂപ. സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ മുൻ അഡീഷണൽ ഡയറക്ടർ MD കുന്തലെ അധ്യക്ഷനായ സമിതിയുടെ ഓണറേറിയം സിറ്റിംഗ് ഫീസ് ഇനത്തിൽ 17 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് വിദഗ്ധ സമിതിയുടെ മെമ്പർ സെക്രട്ടറി സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. ഇത് അംഗീകരിച്ച സിറ്റിംഗ് ഫീസും യാത്രാബത്തയും അടക്കം നൽകാൻ വിഴിഞ്ഞം തുറമുഖ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകി. സമിതി അധ്യക്ഷന് ഓരോ സിറ്റിംഗിനും 10,000 രൂപ ഫീസും സംസ്ഥാന സർക്കാരിലെ ക്ലാസ് 1 കാറ്റഗറി ഉദ്യോഗസ്ഥർക്കുള്ള TA, DAയും നൽകണം. ഔദ്യോഗിക അംഗങ്ങൾക്ക് സിറ്റിംഗ് ഫീസ് ഇല്ല. അധ്യക്ഷനുള്ള TA, DA നൽകും. അനൌദ്യോഗിക അംഗങ്ങൾക്ക് സിറ്റിംഗിന് 7,500 രൂപ ഫീസും അധ്യക്ഷനുള്ള TA, DAയും നൽകാനാണ് ഉത്തരവ്. തുറമുഖ നിർമ്മാണം കാരണമല്ല ശംഖുമുഖത്തും വലിയ തുറയിലും തീരശോഷണം ഉണ്ടാകുന്നതെന്നായിരുന്നു സമിതിയുടെ റിപ്പോർട്ട്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് 4 വർഷത്തിനകം 20,000 കോടി അദാനി മുടക്കും. 2-3 ഘട്ടങ്ങളുടെ നിർമ്മാണം 2028 ഡിസംബറിൽ പൂർത്തിയാക്കാൻ 9,600 കോടിയാണ് ചെലവ്. ഇതിന് പുറമെയുള്ള അനുബന്ധ വ്യവസായങ്ങളിലാണ് മുതൽ മുടക്കുന്നത്. തുറമുഖത്തിനടുത്ത് സിമന്റ് മിക്സിംഗ് പ്ലാന്റ്, കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ബങ്കറിംഗ് യൂണിറ്റ്, ക്രൂസ് ടെർമിനൽ എന്നിവയ്ക്കാണ് നിക്ഷേപം. കൂടുതൽ തൊഴിലവസരങ്ങൾക്കും സർക്കാരിന് അധിക നികുതി വരുമാനത്തിനും വഴിയൊരുക്കും. 800 മീറ്ററുള്ള കണ്ടെയ്നർ ബർത്ത് 2 കിലോമീറ്റർ നീളത്തിലാക്കും. 2,960 മീറ്ററുള്ള പുലിമുട്ട് 4 കിലോമീറ്ററാക്കും. വിനോദസഞ്ചാരികളുമായി ക്രൂസ് കപ്പലുകൾ അടുക്കാനുള്ള മൾട്ടിപർപ്പസ് ബർത്താവും പണിയുക. തുറമുഖത്തിനടുത്തായാണ് സിമന്റ് മിക്സിംഗ് പ്ലാന്റ്. അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച് മിക്സ് ചെയ്ത് സിമന്റാക്കി കപ്പലുകളിൽ കയറ്റി അയക്കും. തദ്ദേശവാസികൾക്കും തൊഴിൽ ലഭിക്കും. അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനാണ് ബങ്കറിംഗ് യൂണിറ്റ്. കപ്പൽ ചാലിന് 11 നോട്ടിക്കൽ മൈൽ അടുത്തുള്ള വിഴിഞ്ഞത്തേക്ക് വേഗത്തിലെത്തി ഇന്ധനം നിറച്ച് മടങ്ങാനാവും. സർക്കാരിന് നികുതിയും ലഭിക്കും. സീഫുഡ് പാർക്ക്, ഫിഷിംഗ് ഹാർബർ എന്നിങ്ങനെ പദ്ധതികളും അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിമന്റ് രാജാവായിരിക്കുകയാണ് അദാനി. വൻകിട സിമന്റ് കമ്പനികളായ ACC, അംബുജ, പെന്ന, സാംഘി എന്നിവയെ അദാനി ഏറ്റെടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ചേർത്ത് അദാനിയുടെ സിമന്റ് കമ്പനി വരും. സിമന്റിനുള്ള അസംസ്കൃത വസ്തുക്കൾ പൊടിക്കാനുള്ള ഗ്രൈൻഡിംഗ് യൂണിറ്റും വിഴിഞ്ഞത്ത് തുടങ്ങാൻ ആലോചനയുണ്ട്. വിഴിഞ്ഞം സിമന്റ് ഹബ്ബായി മാറും. കൊച്ചി തുറമുഖത്തും അദാനിക്ക് സിമന്റ് ടെർമിനലുണ്ട്. അവിടുത്തെ പ്രധാന കാർഗോയും സിമന്റാണ്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശത്തുമായി വ്യവസായ വാണിജ്യശാലകൾ വരും. റിന്യൂവബിൾ എനർജി, ഗ്രീൻ ഹൈഡ്രജൻ, സീ ഫുഡ്, അഗ്രികൾച്ചറൽ പാർക്കുകളും ലോജിസ്റ്റിക് ഹബ്ബും വരും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ഇടനാഴി, ക്ലസ്റ്ററുകൾ, ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്നിവയും വരും. തുറമുഖ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ കൺസൾട്ടന്റിനെ നിയോഗിക്കുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. രാജ്യത്തെ ചരക്കുനീക്കത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് വിഴിഞ്ഞം വഴി തുറക്കുന്നത്. ചരക്കുനീക്കത്തിന്റെ ഹബ്ബായി വിഴിഞ്ഞം മാറുന്നതിന് അധികം സമയം വേണ്ടിവരില്ല എന്ന് തന്നെ കരുതാവുന്നതാണ്. ചരക്ക് നീക്കത്തിന് മറ്റു രാജ്യങ്ങളിലെ മദർ പോർട്ടുകളെ ആശ്രയിക്കുന്നത് മൂലം നഷ്ടപ്പെടുന്ന വിദേശ നാണ്യം രാജ്യത്തിന് ലഭിക്കാനാവുന്നു. ഒപ്പം സമയനഷ്ടം കുറയ്ക്കുകയും ചെയ്യാം. രാജ്യത്തെ ചരക്കുനീക്കത്തിന്റെ 30% വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ചരക്കുനീക്കത്തിന്റെ 3/4 പങ്കും കൊളംബിയയിൽ നിന്നുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതുവഴി വർഷം 2,000 കോടി രൂപയുടെ നഷ്ടം രാജ്യത്തിന് ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. വിഴിഞ്ഞത്ത് കപ്പൽ ചാലിൽ നിന്ന് തുറമുഖത്തെത്തി ചുരുങ്ങിയ സമയം കൊണ്ട് ചരക്കിറങ്ങി മടങ്ങാനാവും. ദിവസങ്ങളോളം പുറം കടലിൽ കാത്തുകിടക്കേണ്ട അവസ്ഥയുണ്ടാവുന്നില്ല. ഇത് മദർ ഷിപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതുമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.